ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജോർജ് ആൻ്റണി. ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു തവണയല്ല പല തവണയും ഒരേ പ്രശ്നങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോണത് കുറേ യൂട്യൂബേഴ്സ്, ഞാനൊരു യൂട്യൂബറാണ്, ആദ്യം തന്നെ പറയുന്നത് എനിക്ക് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയിട്ടില്ല. എങ്ങനെയുള്ളത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ഒരു അനുഭവം, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലിലൊക്കെ. ലാലേട്ടനെതിരെ മോഹൻലാൽ സാർ, അങ്ങനെ വേണം പറയാൻ. നമ്മൾ ഒരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക ആദ്യം തന്നെ, ആരായിക്കോട്ടെ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു യൂട്യൂബർ, ഇപ്പോൾ സിദ്ദിഖ് സാറ് അതിനെതിരെ സംസാരിക്കണ്ടേ. ആർക്ക് വേണമെങ്കിലും ഒരു പ്രശ്നത്തിന് അഭിപ്രായങ്ങൾ പറയാം, എനിക്കും പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. പക്ഷേ അഭിപ്രായങ്ങൾ പറയാം, അല്ലെങ്കിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാം, ശരി ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഒരു അധിക്ഷേപിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കേരളീയരാണ്, നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. എവിടെയായാലും ഒരു വ്യക്തിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ഞാനൊരു യൂട്യൂബറാണെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ഒരു കൊച്ചിൻ്റെ ആയിക്കോട്ടെ, ഒരു എന്നെക്കാട്ടി മുതിർന്ന് നിൽക്കണം, അതായത് പണത്തിൻ്റെ ലെവലിലാണെങ്കിൽ, സാമ്പത്തിക സ്ഥിതി ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും രീതിയിൽ ചെറുതും താഴെ അതൊന്നും നോക്കിയിട്ടില്ല. ആരെയാണെങ്കിലും അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കാൻ ഇവിടുത്തെ പല മീഡിയക്കാരും പല യൂട്യൂബേഴ്സും തയ്യാറല്ല. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വീഡിയോസ് അങ്ങനെയാണ് നമ്മുടെയൊക്കെ മുന്നിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ആരും എന്താണ് പ്രതികരിക്കാത്തത്? ഞാനിപ്പോൾ ഒരു യൂട്യൂബറാണ്, നിങ്ങൾ മറ്റാരെങ്കിലും ഈ ഒരു വിഷയത്തിൽ, ഇപ്പോൾ ലാൽ സാറിൻ്റെ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടോ? ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു മീഡിയക്കാരോ? ചെയ്യില്ല. കാരണം അവർ, എനിക്ക് തോന്നുന്നത് എല്ലാവരും ഞാൻ പറഞ്ഞത്, ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തും. അതാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത്. ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ട അവനെ ഒറ്റപ്പെടുത്തും, ചീത്ത കാര്യങ്ങൾക്ക് പ്രൊമോഷൻ കൊടുക്കുക. അത് പല കാര്യത്തിനാവാം, കാശിന് വേണ്ടിയാകാം, ഒരു കണ്ടന്റ് ഉണ്ടാക്കി, ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി രക്ഷപ്പെട്ടിട്ടൊരു കാര്യമില്ലെന്ന്. നമ്മളൊക്കെ ചെയ്യണതിനൊരു വില വേണം, അർത്ഥം വേണം ചെയ്യണ കാര്യങ്ങൾക്ക്. പിന്നെ ഈ മോഹൻലാൽ സാറിൻ്റെ ഇപ്പോൾ ലാസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞ്, അദ്ദേഹം വെറുതെ ഒരു വേഷമായിട്ട് അങ്ങോട്ട് വന്നാൽ അദ്ദേഹത്തിൻ്റെ പദവി എന്താണ്? ലെഫ്റ്റനന്റ് കേണലാണ്. അദ്ദേഹം ആ ഡ്രസ്സ് വിട്ട് അവിടെ വരേണ്ട ആൾ തന്നെയാണ്, അല്ലാണ്ട് വെറുതെ കോസ്റ്റ്യൂം റെൻറ്റിനെടുത്ത് ഇട്ടുകൊണ്ട് വന്നതല്ല. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അത്രയും മേളിലിരിക്കണ ആൾ, ഈ പറയണ ആളെവിടെ കിടക്കണത് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തരം താഴ്ത്താനാണെങ്കിൽ എനിക്ക് ഇങ്ങനെയല്ല ഞാൻ ശരിക്കും പറയേണ്ടത്. പക്ഷേ പബ്ലിക്കിൻ്റെ ഇടയിലേക്കാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത്. അവിടെ ഞാൻ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട്. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ വീട്ടുകാർ കാണും, നാട്ടുകാർ കാണും, വേണ്ട പുറത്തുള്ള ആൾക്കാർ ആര് തന്നെ ആയിക്കോട്ടെ, മലയാളികൾ കണ്ടുകൊണ്ടിരിക്കണേ. അതിനൊരു വില വേണം നമ്മൾ ചെയ്യണത്, ഒരു പബ്ലിക്കിന് കൊടുക്കുന്ന സാധനം. അപ്പോൾ എന്താണ് ഈ യൂട്യൂബ് ചാനലായിട്ട് ചെയ്യണ ഒരു മീഡിയക്കാരോട് ഞാനൊരു അപേക്ഷയാണ്, നിങ്ങൾ ചെയ്യണത് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇന്നൊരു സാധനം ഇങ്ങനെയാണോ ഞാൻ ഇടേണ്ടത്? കാരണം അവരവരുടെ ഒരു ഉള്ളിലുള്ള ഒരു ഇത് വെച്ചാണ് ഈ പുറത്തേക്ക് ഈ സാധനങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ നേരിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പ്രതികരിക്കണം, ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ഒരു പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു സാധനം ആൾക്കാർ കാണണം, അതിനൊരു വില കൊടുക്കണം, നമ്മളെന്താണെന്നുള്ളത് മനസ്സിലായോ? ഒരു വീഡിയോ, ഒരാളുടെ വീഡിയോ കണ്ടാൽ അയാളെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒരു 10-15 നോക്കിയാൽ അയാളെന്താണെന്ന് അറിവുള്ളവന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ ടിപ്സ് ഉണ്ട്. ഞാൻ പറയണത് ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ മോഹൻലാൽ സാറിൻ്റെ പ്രശ്നം മാത്രമല്ല, അത് അവസാനം ഉണ്ടായിരിക്കണം. ഇതിന് മുന്നേ ഇതേപോലെ എന്തോരം പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ അമ്മ എന്ന സംഘടന വഴി ഇങ്ങനെ ഒരു കേസ് കൊടുത്തതിൽ വളരെ സന്തോഷം തോന്നി. കാരണം കൂടുതൽ അനുഭവിക്കുന്ന സെലിബ്രിറ്റീസാണ്. സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ സിനിമാക്കാരും മാത്രമല്ല, പേരെടുത്തിരിക്കണ എല്ലാവരും സെലിബ്രിറ്റീസ് തന്നെ പറയാം. അപ്പോൾ അവരൊക്കെ അനുഭവിക്കണ വേദന. ഇപ്പോൾ ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ കണ്ടത്, ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ ഫോൺ ചെയ്യാൻ വേണ്ടി ഒരു ഗ്യാപ്പ് കൊടുക്കണല്ലോ, പുറകെ കിടക്കണേ മൊബൈലായിട്ട്. അതൊക്കെ ശരിയായ ഒരു ഏർപ്പാടാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക. ഒരു മരിച്ച വീട്ടിൽ ചെന്നാൽ പോലും ഞാനത് എടുക്കേണ്ടവനാണോ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ വഴി അത് പോകേണ്ടതാണ് നമ്മൾ ചിന്തിക്കുക. അതിനവിടെ വേറെ മീഡിയക്കാരും കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടെന്നല്ല, നിങ്ങൾ ചെയ്യുക, അതിനൊരു വില കൊടുത്തിട്ട് ചെയ്യുക, അതാണ് പറയുന്നത്. പിന്നെ ഇപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്യണത്, അതായത് നെഗറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഈ കാണുന്നവരോട് അപേക്ഷയാണ്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഞാൻ ഈ പറയണത് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായേക്കാം. എല്ലാവരും എല്ലാം പറഞ്ഞു, ഇപ്പോൾ മീഡിയക്കാരും യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരും എല്ലാം പറഞ്ഞു, എന്നെപ്പോലെ ഇതേപോലെ പ്രതികരിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. പക്ഷേ അവർ ഈ വീഡിയോ എടുത്തിട്ട് അവരെ ഒറ്റപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ ഈ വീഡിയോസാണ് നമ്മുടെ മക്കളും അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ, വളർന്നു വരുന്ന നെക്സ്റ്റ് ജനറേഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരെ പോലുള്ളവരുടെ വീഡിയോസാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള ചാനലുകളിൽ, അത് നിങ്ങൾക്കറിയാമല്ലോ, ഇതല്ല എൻ്റെ മോൻ കാണുക അല്ലെങ്കിൽ മോള് കാണുക, അങ്ങനെയുള്ള അൺഫോളോ ചെയ്യുക അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി കൊടുക്കണം. നിങ്ങൾ ആ പിള്ളേരെ വളർത്തുന്ന നല്ല വിദ്യാഭ്യാസവും ബാക്കി അറിവുകളെല്ലാം കൊടുത്തിട്ട്, ഇങ്ങനെയുള്ള അറിവുകളിൽ ഇപ്പോഴും നമ്മുടെ മലയാളികൾ ഭയങ്കര താഴെ തട്ടി തന്നെയാണെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. അതുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലതും കാണുമ്പോൾ അതിന് പ്രൊമോഷൻ കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ നല്ല കാര്യം നടക്കണതിനല്ല കൊടുക്കുന്നത്. നെഗറ്റീവ്സൊക്കെ ഇടാം, ആവശ്യത്തിനിടാം, അത് നോക്കുക, മറ്റുള്ളവർ കാണേണ്ടതാണ് എന്ന് ചിന്തിച്ചിട്ടിടാം. അപ്പം മക്കളെയും കൂടി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ചാനൽ അങ്ങോട്ട് അൺഫോളോ ചെയ്തേക്കുക. അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ചില മതങ്ങൾ മാത്രം പ്രൊമോട്ട് ചെയ്ത്, അതല്ല, ഒരു മനുഷ്യരാണ് നമ്മളെല്ലാം.
അതിനാണ് ഒരു വില കൊടുക്കേണ്ടത്. മാന്യമായ കാര്യങ്ങൾ വരുന്നത് അത് ഫോളോ ചെയ്യിക്കുക, മറ്റുള്ളത് അൺഫോളോ ചെയ്യിക്കണം എന്നും കൂടി റിക്വസ്റ്റ് ചെയ്യാൻ നിങ്ങളോട് മാതാപിതാക്കളോട് പറയുന്നതാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മാറണം. അവർ ശരിയാവണമെങ്കിൽ ആദ്യം നമ്മുടെ ചിലപ്പോൾ ചീത്ത ചിന്താഗതികളുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ തെറ്റാണോ ശരിയാണോ എന്ന് ഇടയ്ക്കൊന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ നമ്മളോട് സ്വയം ചോദിക്കണത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അറിവുള്ള ഒരാളുണ്ടെങ്കിൽ, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പോൾ 2 ആഴ്ചയൊക്കെ അടുപ്പിച്ചൊരു വ്യക്തിനെ കണ്ടത് അദ്ദേഹം അത്ര അറിവുള്ളൊരു മനുഷ്യനാണെന്നത് ഞാൻ ചോദിക്കും, ഈ 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഈ 2 ആഴ്ച നടന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ സൈഡിൽ നിന്ന് നെഗറ്റീവ് തോന്നിയെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ സ്വയമെങ്കിലും ചോദിക്കുക. അത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ, നമ്മുടെയൊക്കെ നെക്സ്റ്റ് ജനറേഷനും ഇതിലൊക്കെ ഒരു മാറ്റം വരണമെന്നും കൂടി ഞാൻ പറയുന്നതാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങളോട് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ ഒരു അഭിപ്രായം കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത്, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ചാനലും കൂടി ഫോളോ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.